സംസ്ഥാനം കനത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലെന്ന് CAG റിപ്പോർട്ട്. ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പുകൾ കൂട്ടിച്ചേർത്താൽ GSDP-യുടെ 37.84% സംസ്ഥാനത്തിന്റെ റവന്യൂ ചെലവ് കുത്തനെ ഉയർന്നെന്നും റിപ്പോർട്ടിൽ പറയുന്നു. CAG നിരീക്ഷണങ്ങളിൽ ധനമന്ത്രി വിയോജിപ്പ് രേഖപ്പെടുത്തി. കിഫ്ബി വായ്പ നേരിട്ടുള്ള ബാധ്യതയാകുന്നില്ല എന്ന് ധനമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ ശിശു സംരക്ഷണ പദ്ധതികളിൽ വീഴ്ചയുണ്ട് എന്നും CAG-യുടെ കണ്ടെത്തൽ. GST e-way ബില്ലിലെ സിസ്റ്റം നിർമ്മിതിയിൽ പോരായ്മയുണ്ട് എന്നും ഇതുമൂലം വരുമാന ചോർച്ച ഉണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. KR സാജു ഉണ്ട് വിവരങ്ങൾ നൽകാനായി. KR സാജു, ഈ റിപ്പോർട്ടിലൂടെ, അതായത് CAG-യുടെ റിപ്പോർട്ടിലൂടെ സംസ്ഥാനം കനത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെയാണ് പോകുന്നത് എന്നാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത്. അതിൽ റവന്യൂ ചെലവ് വർദ്ധിക്കുന്നുവെന്ന് പറയുന്നു. മറ്റൊന്ന്, GSDP-യുടെ 37.84% ഈ കടമെടുപ്പോട് കൂട്ടിച്ചേർത്താൽ ആകുമെന്ന് പറയുന്നു. അപ്പോൾ ഗുരുതരമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണോ സംസ്ഥാന ഖജനാവ് പോയിക്കൊണ്ടിരിക്കുന്നത്? സംസ്ഥാനത്തിന്റെ കടബാധ്യതകൾ സംബന്ധിച്ചാണ് CAG-യുടെ മുന്നറിയിപ്പുള്ളത്. അതിൽ അവർ കടബാധ്യതകൾ കണക്കാക്കിയിരിക്കുന്നത് ബജറ്റിന് പുറത്തുള്ള ഓഫ് ബജറ്റ് വായ്പകളെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ്. അതായത് കിഫ്ബിയും അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കമ്പനിയും ഒക്കെ എടുക്കുന്ന വായ്പകൾ കൂടി സംസ്ഥാനത്തിന്റെ കടബാധ്യതയിൽ ഉൾപ്പെടുത്തുക എന്നതാണ് കഴിഞ്ഞ കുറച്ചു കാലമായി CAG ചെയ്തിരിക്കുന്നത്. ഇത്തവണത്തെ റിപ്പോർട്ടിലും അങ്ങനെ ചെയ്തുകൊണ്ടാണ് പറയുന്നത് GSDP-യുടെ 37.84 ആയി കടം ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തുമ്പോൾ എത്തിച്ചേരുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ സാമ്പത്തിക പ്രവണത കണക്കിലെടുത്താൽ അത് ബുദ്ധിമുട്ട് നിറഞ്ഞതാണ് എന്ന് സൂചിപ്പിക്കുന്നത്. ഒപ്പം റവന്യൂ ചെലവുകൾ വല്ലാതെ വർദ്ധിച്ചിരിക്കുന്നതായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 2019-20 സാമ്പത്തിക വർഷം മുതൽ 2024 വരെ റവന്യൂ ചെലവ് കുത്തനെ ഉയർന്നിരിക്കുന്നു. ആകെ ചെലവിന്റെ 5.18% മാത്രമാണ് മൂലധന ചെലവ് എന്ന കാര്യവും CAG ചൂണ്ടിക്കാണിക്കുന്നു. കടമെടുത്ത പണം സാധാരണ ചെലവുകൾക്കും കടം വീട്ടാനുമാണ് ഉപയോഗിക്കുന്നത് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. റവന്യൂ ചെലവിന്റെ ഗണ്യമായ ഭാഗം ശമ്പളം, വേതനം, പെൻഷൻ എന്നീ ഇനങ്ങളിലാണ്. ഇത്തരം ബാധ്യതപ്പെട്ട ചെലവുകൾ റവന്യൂ ചെലവിന്റെ 68% വരെ വരുന്നുണ്ട്. ശമ്പളം ഉൾപ്പെടെയുള്ള ബാധ്യതകളുടെ ചെലവുകളുടെ വർധനവ് ശരാശരി 6.82%. 2023-24 10,632 കോടി രൂപ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കടമെടുത്തിട്ടുണ്ട്. ഇത്തരം ഓഫ് ബജറ്റ് കടമെടുപ്പുകൾ സഞ്ചിത നിധിയിൽ വരവ് വെക്കപ്പെടുന്നില്ല. എന്നാൽ ഈ കടങ്ങൾ തിരിച്ചടയ്ക്കുന്നത് ബജറ്റ് മുഖാന്തരമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഇതിലുള്ള കടുത്ത വിയോജിപ്പ് CAG റിപ്പോർട്ടിനോട് ധനമന്ത്രി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ വിയോജനക്കുറിപ്പ് അടക്കമാണ് റിപ്പോർട്ട് ഇന്ന് ടേബിൾ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ബജറ്റിന് പുറത്തുനിന്നുള്ള വായ്പയെടുപ്പുമായി ബന്ധപ്പെട്ട് കിഫ്ബിയുടെ വായ്പ നേരിട്ടുള്ള ബാധ്യതയില്ല, അതൊരു ആകസ്മിക ബാധ്യതയാണ് എന്നാണ് സംസ്ഥാന സർക്കാർ കണക്കാക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ കമ്പനി എടുക്കുന്ന വായ്പകൾ അതാത് വർഷം തന്നെ തിരിച്ചടയ്ക്കുന്നുണ്ട്. അങ്ങനെ ആ വായ്പകൾ എടുക്കുന്നത് കൊണ്ടാണ് സംസ്ഥാനത്തിന്റെ ദാരിദ്ര്യം 1% താഴെയാക്കി പിടിച്ചു നിർത്താൻ സംസ്ഥാനത്തിന് കഴിയുന്നത്. അത്തരം പെൻഷനുകളിലൂടെയാണ്. അത് CAG കാണുന്നില്ല എന്ന കടുത്ത വിമർശനം കൂടി ധനമന്ത്രി ഉന്നയിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം GST e-way ബില്ലുമായി ബന്ധപ്പെട്ടതാണ്. അതിന്റെ സിസ്റ്റം നിർമ്മിതിയിൽ പോരായ്മയുണ്ടായി എന്നാണ് CAG കണ്ടെത്തിയിരിക്കുന്നത്. ഇതുപോലെ സംസ്ഥാനത്തിന് വരുമാന ചോർച്ചയുണ്ടായി. ഒരേ ഇൻവോയ്സ് നമ്പറിൽ ഒന്നിലധികം e-way ബില്ലുകൾ ജനറേറ്റ് ചെയ്യപ്പെട്ടു. ഉദ്യോഗസ്ഥർക്കും വിമർശനമുണ്ട്. NIC-യുടെ വിശകലന റിപ്പോർട്ട് വകുപ്പ് തല ഉദ്യോഗസ്ഥർ ഉപയോഗിച്ചില്ല. ഇതുമൂലം നികുതി വെട്ടിപ്പിനുള്ള സാധ്യതകൾ തിരിച്ചറിയാതെ പോവുകയും സംസ്ഥാനത്തിന് വരുമാന നഷ്ടമുണ്ടാകുകയും ചെയ്തു എന്നാണ് GST e-way ബില്ലിന്റെ സിസ്റ്റം നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് CAG സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശിശു സംരക്ഷണ പദ്ധതികളിൽ വീഴ്ചയുണ്ടായി എന്നുള്ളതാണ്. സംസ്ഥാനത്തിന്റെ ശിശു സംരക്ഷണ പദ്ധതികളിൽ 165 ശിശു പരിപാലന കേന്ദ്രങ്ങളുടെ രജിസ്ട്രേഷൻ സംയോജിതമായി പുതുക്കിയില്ല. റിപ്പോർട്ട് സമർപ്പിക്കുന്നതിലും കാലതാമസമുണ്ടായി. ജുവനൈൽ ജസ്റ്റിസ് ബോർഡുകളുടെ സോഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നതും വൈകി. 364 ദിവസമാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് വൈകിയത്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികളുടെ റിപ്പോർട്ടുകളും വൈകി. 447 ദിവസമാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികളുടെ റിപ്പോർട്ട് വൈകിയത്. ഇതുമൂലം കുട്ടികൾക്ക് ലഭിക്കേണ്ട അനുകൂലമായ ഫലങ്ങൾ ഇല്ലാതാക്കി എന്നുള്ളതാണ്. മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളോട് അവഗണനയുണ്ട് എന്ന് CAG റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. മാനദണ്ഡം പാലിക്കാത്ത സ്ഥാപനങ്ങളിലാണ് ഇവരെ പാർപ്പിച്ചിരിക്കുന്നത്. കുട്ടികളുമായി ബന്ധപ്പെട്ട കേസുകളിലെ അന്വേഷണ പ്രക്രിയയും വൈകി. ഇതുമൂലം വിചാരണ കാലയളവ് അനാവശ്യമായി നീളുകയും കുട്ടികൾക്ക് ലഭിക്കേണ്ട നീതി വൈകുകയും ചെയ്തു എന്നാണ് CAG കണ്ടെത്തിയിരിക്കുന്നത്.